മാങ്ങാച്ചാർ റെഡി. ഹലോ ഗൈസ്, നമുക്കിന്ന് മാങ്ങാച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നമുക്കിന്ന് മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയാണ്. അത് നമുക്ക് തൊലി ചെത്തി എടുക്കാം. കണ്ടോ, മാങ്ങ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പീസ് പീസാക്കി എടുക്കാം. കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. മാങ്ങ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ ഒന്ന് വെള്ളത്തിയിട്ട് നന്നായിട്ടൊന്ന് ഇട്ടിട്ട് എടുക്കുന്നത് നല്ലതാണ്. ആ പുളി ഒന്ന് കുറഞ്ഞ് കിട്ടും. അധികം പുളിയില്ലാത്തതാണെങ്കിൽ വെറുതെ ജസ്റ്റ് കഴുകി വാരിയെടുത്താൽ മതി. ഇത് നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ഫസ്റ്റ് മാങ്ങ, അത് കഴിഞ്ഞ് ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി ചതച്ചത്, ഉലുവ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് വേണ്ടത്. ഞാനൊരു കൂട്ടം കാണിച്ചു തരാമേ. ഒരാളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ പിണങ്ങണോണ്ട് കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരാൾ വന്ന് കിടക്കും. ഇവിടെ വന്ന് ഇങ്ങനെ സ്ഥിരം കിടക്കും. കണ്ടോ, ഇയാൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് കിടന്നോളും, ഒരു ശല്യം ചെയ്യാണ്ട്. എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല കേട്ടോ. വേഗം വന്ന് ഇതിൻ്റെ പുറത്ത്, ഞാൻ അടുക്കളയിൽ കയറിയ ഉടനെ ഓടി വന്ന് ഇതിൻ്റെ പുറത്ത് സീറ്റ് പിടിക്കും. നമുക്ക് സ്റ്റൗ കത്തിക്കാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണയാണ് കേടുകൂടാതെ ഇരിക്കാനായിട്ട് അച്ചാറിന് കൂടുതലും ഉപയോഗിക്കുന്നത്. എനിക്ക് അച്ചാർ മാങ്ങാച്ചാറും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തീരും. അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ കുറേ നാൾ വെച്ചേക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ കടുകെണ്ണ യൂസ് ചെയ്യുന്നതാണ്, നല്ലെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. തീ കുറച്ച് വെക്കാം, മൺചട്ടി ആയതുകൊണ്ട്. മൺചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെക്കുമ്പോൾ തീ കുറച്ച് വെക്കണം എന്നുള്ളത് എനിക്ക് ആദ്യമൊന്നും അത് അറിയില്ലായിരുന്നു. ഞാൻ തീ കൂട്ടിയൊക്കെ വെക്കുമായിരുന്നു. അപ്പോൾ ആദ്യമുള്ള ചട്ടികളെല്ലാം പൊട്ടി വീണ് വേഗം വേഗം മോശമായി പോകുമായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ചതച്ചത്, ഉലുവ, ഉപ്പ് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റാം. നന്നായി മൊരിഞ്ഞു വരട്ടെ.
എൻ്റെ ചാനലിൽ ഇടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ വീണ്ടും ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് മിസ്സായി പോകും. എല്ലാവരും പ്രത്യേകം ഓർക്കണേ. കണ്ടോ, നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കാം. നേരിയ തീയിൽ തന്നെ ഇരിക്കണം കേട്ടോ, അത് തീ കൂട്ടരുത്. കണ്ട ഇങ്ങനെ ഒരു പുക പോലെ വരും. അപ്പം നന്നായിട്ട് മൂത്ത മണം ഉണ്ടാവും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർക്കാം. മാങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ആ മസാല എല്ലാം നന്നായിട്ട് പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. കൂടുതൽ കാലം വെച്ചേക്കേണ്ടതാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ലെണ്ണ തന്നെ ചേർക്കണം, അല്ലെങ്കിൽ പൂത്തുപോവും. അപ്പോൾ എനിക്ക് ഇവിടെ അച്ചാർ അധികം ഇരിക്കില്ല. ഞങ്ങൾ അച്ചാർ കഴിക്കും നന്നായിട്ട്. അച്ചാർ ഇഷ്ടമുള്ള ആളുകളായാലും നമ്മൾ എന്ത് കറി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ അച്ചാർ കഴിക്കാം. അതുകൊണ്ട് നമുക്ക് വേഗം തീർന്ന് പോവും. കണ്ടോ, ആ നേരെ തീയിലിരുന്ന് ഇങ്ങനെ ആവണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ മാങ്ങ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. കൂടുതൽ വെളിച്ചെണ്ണ ഓയിൽ ചേർക്കേണ്ട ആളുകൾക്ക് ചേർക്കാം കേട്ടോ. നമുക്കിത്രയും മതി വെളിച്ചെണ്ണ ഓയിൽ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കണം. കുറേശ്ശെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി ഗ്രേവി പോലെ വേണ്ട അച്ചാർ വേണ്ട ആളുകളാണെങ്കിൽ അതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊന്ന് ഉടയും നന്നായിട്ട്. ഞാനിതിലിത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉടയും നന്നായിട്ട്. അപ്പോൾ നമുക്കിത്തിരി ഗ്രേവി കിട്ടും അച്ചാർ. ഇത് വെന്ത് കഴിയുമ്പോൾ അത് കുറുകിക്കോളും. മാങ്ങ ഒന്ന് വാടിയ ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ആ വെള്ളത്തിൽ കിടന്ന് ഒന്നും കൂടി ബാക്കി വേവും കൂടി വേവട്ടെ.
എല്ലാം നേരിയ തീയിൽ വേണം കേട്ടോ. മെയിനായിട്ട് അടുക്കി പിടിക്കാതിരിക്കാനും നമ്മൾ വെച്ചിരിക്കുന്നത് മൺചട്ടിയും കൂടിയാണ്. അപ്പം നേരിയ തീയിൽ വെന്താൽ മതിയേ. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുഴഞ്ഞ പോലെ വന്നാണ്ട വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പം. അങ്ങനെ ഒത്തിരി ഒന്ന് ഗ്രേവി വേണ്ട ആളുകൾക്ക് ഇത്തിരി വെള്ളം ഒഴിക്കണം. അല്ല ഡ്രൈ ആയി ഇരിക്കേണ്ട ആളുകൾക്കാണെങ്കിൽ ആ തളിച്ച ആ വെളിച്ചെണ്ണ മാത്രം മതി. എല്ലാവരും കണ്ടതിൽ സന്തോഷം. താങ്ക് യു.